അടുത്ത ഉണർവിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കാര്യമാണ്, ഉണർവിൻ്റെ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ്, ദൈവം വിളിച്ച് വേർതിരിച്ച അനേക അഭിഷിക്തന്മാരുടെ ലൈഫിൽ ഭയങ്കരമായ നിരാശകൾ. കാരണം അവർ കേട്ടിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ, ദൂതുകൾ, വാഗ്ദത്തങ്ങളൊക്കെ കേട്ടിറങ്ങുന്നവരാണ്. പക്ഷേ അവർ 4, 5, 6, 7 വർഷങ്ങൾ കഴിഞ്ഞു, ഇത് നടക്കുന്നില്ല. ആ ഒരു വാഗ്ദത്തത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രവേശിക്കാൻ പറ്റാതാകുമ്പോൾ ആദ്യം വരുന്ന ഏറ്റവും വലിയ സ്പിരിറ്റാണ് അത്. ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്വം വലിയ ശുശ്രൂഷ ചെയ്ത ആളാണ്. വലിയ ഒറ്റ വാക്കുകൊണ്ട് മഴയെ പെയ്യിപ്പിക്കാനും മഴയെ അടച്ചു കളയാനും ഒക്കെ ധൈര്യവും തൻ്റെ ഇടവും കാട്ടിയ വ്യക്തി. അത് മാത്രമല്ല, രാജാവിനോടും രാജ്ഞിയോടും വരെ വെല്ലുവിളിച്ച് ദൂത് പറഞ്ഞ വ്യക്തി. ബാൽ പുരോഹിതന്മാരെ പരസ്യമായി വെല്ലുവിളിച്ച് ആകാശത്ത് നിന്ന് തീ ഇറക്കിയ വ്യക്തി. എന്നാൽ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ വാക്ക്, നാളെ ഈ നേരത്ത് ഞാൻ നിന്നെ വെട്ടിക്കളയും കൊല്ലുമെന്ന് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് തന്നെ ഈ ഏലിയാവിൻ്റെ അകത്ത് വന്നതാണ് നിരാശ, ഭാരം, പേടി, ഭയം. അങ്ങനെ 8 or 9 സ്പിരിറ്റുകൾ. പിന്നെ പദം പറച്ചിൽ, ഞാൻ ഇന്നതാളായി. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ പറയും, എന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതാണ്, ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്, ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. ഒരു വലിയ നിരാശ. അനവധി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കരമായ നിരാശ ഉണ്ടാകുക. അതിന് ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാർക്ക് സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ, കൃത്യമായിട്ട് എല്ലാ നാളും എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിൽ 1, 2 സ്റ്റേജെങ്കിലും ലഭിക്കണം. ആ സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ നിരാശ. അല്ലെങ്കിൽ അവരാഗ്രഹിച്ച സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ നിരാശ. അല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിരാശ. അവരെ ആരും മാനിച്ചില്ലെങ്കിൽ അതൊരു നിരാശ. ഓണർ ചെയ്തില്ലെങ്കിൽ നിരാശ. അവരുടെ ശുശ്രൂഷ ഒരു മീറ്റിംഗ് വെളിപ്പെട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര നിരാശ. അതുപോലെ മറ്റുള്ളവർ അവരെ എൻകറേജ് ചെയ്തില്ലെങ്കിൽ അതൊരു ഭയങ്കര നിരാശ. അല്ലെങ്കിൽ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ ഒരു വീടോ സ്ഥലമോ കാറോ അവർ ഉദ്ദേശിച്ച രീതിയിലെ വാഗ്ദത്തങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റിയില്ല. അതൊരു വലിയ നിരാശയായി. ഞാൻ ഇത്രയും വർഷമായി കർത്താവിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഓടുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു നിരാശയിൽ, എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷമില്ല, ഒരു ഭയങ്കര ഒരു നിരാശയാണല്ലോ എനിക്ക്. ആ നിരാശ പലരെയും ഉണർവിന്, അവരുടെ മിനിഷി വെളിപ്പെടുന്ന ഇപ്പോൾ തടസ്സമായിരിക്കുകയാണ്. അനവധി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കരമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരൊക്കെ ഇന്ന് നിരാശിതരായി, അവരുടെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം നഷ്ടപ്പെട്ട് പദം പറഞ്ഞ്. ഈ നിരാശ ഒരു ഡേഞ്ചറാണ്. കാരണം ഇങ്ങനെയുള്ള നിരാശ, ഞാൻ വലിയൊരു അഭിഷിക്തനെ കുറിച്ച് ഞാൻ കേട്ടു. അദ്ദേഹം ഒരിക്കൽ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ശക്തമായി ഒരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ചാടി എഴുന്നേൽക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആൾക്കാരെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഈ അഭിഷിക്തൻ കയറി വരുമ്പോൾ തന്നെ മൂപ്പന്മാർ ഭയത്തോടെ എതിരേൽക്കുന്ന നിലവാരങ്ങളിൽ ശക്തമായി അധികാരത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ നിന്ന് ഉപയോഗിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഒരിക്കൽ അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ദേശം വിട്ട്, രാജ്യം വിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം, അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള പെന്തക്കോസുകാർ ഈ നാട്ടിൽ അദ്ദേഹത്തെ ഓണർ കിട്ടിയതുപോലെ അവിടെ ആരും മാനിക്കാനോ ബഹുമാനിക്കാനോ ഓണർ ചെയ്യാനോ സാധിച്ചില്ല. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഈ ഒരു ജോലിയില്ല, ഒന്നുമില്ല, ശുശ്രൂഷകനായിട്ടാണ് വന്നത്. അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ളൊരു എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ഉള്ള ഒരു സ്വീകരണം അവിടെ ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം വളരെയധികം നിരാശനായി. പിന്നെ ഈ നിരാശനായ വ്യക്തി അദ്ദേഹം പിന്നീട് ആരായി എന്നറിയാം, അദ്ദേഹം വലിയൊരു ഉണർവ് പ്രാസംഗികനായിരുന്നു. അദ്ദേഹം അതിഭയങ്കരമായ നിരാശ മുഖാന്തരം പിന്നെ ഞാൻ കാണുന്നത്, അദ്ദേഹം പല ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയകൾക്കകത്ത് പെന്തക്കോസുകാരെ മുഴുവനും ചീത്ത പറയുന്ന, അവരെ മുഴുവൻ അഭിഷിക്തന്മാരെ മുഴുവനും അപവാദം പറയുന്ന, അവരെ മുഴുവനും ഭയങ്കരമായി അപവാദം പറയുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. ഈ കേരളത്തിൽ തന്നെ മറ്റൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു ഹൈന്ദവ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു അഭിഷിക്തനായിരുന്നു. അദ്ദേഹം വന്നു, വളരെ ശക്തമായി കർത്താവിൻ്റെ വേലയ്ക്ക് തീക്ഷ്ണയായിട്ട് നിന്നു, വലിയൊരു സാക്ഷ്യമുള്ളവനായിരുന്നു. പക്ഷേ അദ്ദേഹം വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തെ കേട്ട ദൂതും വാഗ്ദത്വം നിറവേറാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇദ്ദേഹം ദൈവത്തിൻ്റെ മക്കൾക്കും അഭിഷിക്തന്മാർക്കും എതിരായി എഴുതുന്ന ഒരാളായി മാറി. അപ്പോൾ ഈ നിരാശ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിരാശ കയറുവാൻ അനുവദിക്കരുത്.
കാരണം നിരാശ അകത്ത് കയറാൻ ഉള്ളതല്ല. നിരാശ കയറിയാൽ ഏതൊരു വലിയ അഭിഷേകം ചുമക്കുന്ന ഒരു വ്യക്തിയും അവരുടെ മിനിസ്ട്രി അതോടുകൂടി തകരാനിടയാകും. പക്ഷേ ഏലിയാവിനെ ഒരു ദൂതനെ കൊണ്ടുവന്ന് ഇറക്കി തട്ടി എഴുന്നേൽപ്പിച്ച് ഇന്നിൻ്റെ മിനിസ്ട്രി തീർന്നിട്ട് മരിക്കാനുള്ളവനല്ല, പദം പറഞ്ഞ് കരയാനുള്ളവനല്ല, ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരും, ഞാൻ നിന്നെ ഇനിയും നിനക്കൊരു പുറപ്പാടുണ്ട്, നിൻ്റെ കരങ്ങളിലൂടെ ഇനിയും ശക്തന്മാരായ അഭിഷിക്തന്മാരെ അനോയിൻറ്റിങ് ചെയ്യാനുണ്ട് എന്ന ദൂതനെ വിട്ടയച്ച് ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഞാൻ പറയട്ടെ, നിരാശയിൽപ്പെട്ട് ഒരിക്കൽ ശോഭിച്ച നിങ്ങൾ ഇന്ന് നിരാശപ്പെട്ട് പല മേഖലകളിലുള്ള മുറിവുകൾ, വേദനകൾ, റിജക്ഷനുകളൊക്കെ അനുഭവിച്ച് നിങ്ങൾ പിന്മാറ്റ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരിക. നിങ്ങളിലൂടെ കഴിഞ്ഞ നാടുകളിൽ നിങ്ങൾ ചെയ്തതിനേക്കാൾ 1000 മടങ്ങ് ശക്തമായി ഒരു ഇന്ത്യയുടെ എൻഡ് ടൈം റിവൈവലിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിൻ്റെ സീസൺ വന്നു കഴിഞ്ഞു. ഗോഡ് ബ്ലസ് യു.